ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. PM ശ്രീ വിഷയത്തിൽ CPI-CPM തർക്കം തുടരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ ചർച്ച പരാജയം. PM ശ്രീ വിഷയത്തിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച സെക്രട്ടറിയുടെ സർക്കുലർ കൌൺസിലർമാർക്ക് ലഭിച്ചു. വെള്ളക്കരം കൂട്ടാൻ നീക്കം നടക്കുന്നത് ഓഡിറ്റ് പരാമർശം ചൂണ്ടിക്കാട്ടി. അഴീക്കോട് ലൈറ്റ് ഹൌസിന് സമീപം ഫൈബർ വള്ളം മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 16 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. ഗുരുവായൂർ ആനത്താവളത്തിൽ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത്. മണിക്കൂറുകൾക്കുള്ളിൽ പാപ്പാന്മാർ ആനയെ തളച്ചു. മണ്ണുത്തിയിൽ വൻ കവർച്ച. ബസുടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കവർന്നു. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. ആറ്റൂരിൽ നടന്ന CBSE ജില്ലാ സഹോദയ കലോത്സവത്തിൽ തുടർച്ചയായ 10ാം വർഷവും തൃശൂർ ദേവമാത പബ്ലിക് സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. കോലഴി ചിന്മയ വിദ്യാലയത്തിന് 2ാം സ്ഥാനം. കോട്ടപ്പുറം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ വിയ്യപുരം ചുണ്ടൻ ജേതാവായി. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടന് 2ാം സ്ഥാനം. വാർത്തകൾ വിശദമായി. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI-യെ അനുനയിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ശ്രമം പാളി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPI ആസ്ഥാനത്തെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രി GR അനിൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ചർച്ച വിജയിച്ചില്ല. PM ശ്രീ കരാർ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉറച്ചുനിന്നതാണ് ചർച്ച വഴിമുട്ടാൻ കാരണം. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് വി ശിവൻകുട്ടി ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം PM ശ്രീ വിഷയത്തിൽ ദില്ലിയിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ എന്നിവർ നടത്തിയ ചർച്ചയും പൂർണ്ണമായി വിജയിച്ചില്ല. PM ശ്രീ വിഷയത്തിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് 2 പാർട്ടികളും നടത്തുന്നത്. CPI LDF-ൽ തന്നെ നിൽക്കും. എത്രയൊക്കെ ശ്രമിച്ചാലും അയ്യപ്പൻ വിടില്ലെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ്. കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇല്ല. പല സ്കൂളുകളും തിളങ്ങുന്നു എന്ന് സർക്കാർ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്. അത് കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയതിൽ ABVP പ്രവർത്തകർ തൃശൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നടുവിലാൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതീകാത്മകമായി പൊന്നാടയണിയിച്ചും മധുരം നൽകിയുമാണ് പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചത്. തുടർന്ന് സ്വരാജ് റൌണ്ട് ചുറ്റി പ്രകടനവും നടന്നു. പദ്ധതി നടപ്പിലാക്കിയത് ABVP-യുടെ സമരവിജയമാണെന്ന് സംഘടന അവകാശപ്പെട്ടു. പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുന്നത് 1500 കോടിയോളം രൂപയാണ്. ഇത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകുമെന്നും സംഘടന അഭിപ്രായപ്പെട്ടു. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ S. അക്ഷയ്, R. അശ്വതി, ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം വിഘ്നേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരാർ ഉടമ്പടിയുടെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് K. സുമേഷ് അധ്യക്ഷത വഹിച്ചു. ജലീൽ ജോൺ, ഡെൽജിൻ ഷാജു, KK ജെയ്ക്കോ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച സെക്രട്ടറിയുടെ സർക്കുലർ കൌൺസിലർമാർക്ക് ലഭിച്ചു. നേരത്തെ നടന്ന കൌൺസിൽ യോഗത്തിൽ സെക്രട്ടറിയുടെ കത്ത് തള്ളിയതിനെ തുടർന്നാണ് വീണ്ടും പുതിയ നീക്കം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കുടിവെള്ള നിരക്ക് കൂട്ടണമെന്ന അഭിപ്രായം രേഖപ്പെടുത്താതെ പ്രതിപക്ഷ കൌൺസിലർമാർക്ക് കോർപ്പറേഷൻ സെക്രട്ടറി സർക്കുലർ അയച്ചു. ഓഡിറ്റ് പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി പ്രതിപക്ഷ കൌൺസിലർമാർക്ക് സർക്കുലർ അയച്ചത്. എന്നാൽ ആ സെക്രട്ടറിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു. കൌൺസിലർമാരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും തീരുമാനമെടുക്കാൻ സെക്രട്ടറിക്ക് എന്തധികാരമാണുള്ളതെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ചോദിച്ചു. കുടിവെള്ള നിരക്ക് കൂട്ടണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കുവാനുള്ള അധികാരം കൌൺസിലിനാണെന്നിരിക്കെ സെക്രട്ടറിയുടെ സർക്കുലർ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ കൌൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കുടിവെള്ള നിരക്ക് കൂട്ടാനുള്ള ശ്രമം കൌൺസിലിനകത്ത് ഇതിനു മുന്നേ CPM ഭരണസമിതി ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ പ്രതിപക്ഷ കൌൺസിലർമാർ വലിയ പ്രതിഷേധത്തോടുകൂടി എതിർക്കുകയും ആ ശ്രമത്തെ പരാജയപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി ഉപയോഗിച്ച് കൌൺസിലർമാർക്ക് നേരെ ഭീഷണി ഉത്തരവിറക്കി കുടിവെള്ള നിരക്ക് കൂട്ടാനാണ് CPM ഭരണസമിതി ശ്രമിക്കുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറി CPMന്റെ ആജ്ഞാനുവർത്തിയായി കൌൺസിലിന് മുകളിൽ പറക്കുവാനാണ് ശ്രമിക്കുന്നത്. ഈ നീക്കം അനുവദിക്കുന്ന പ്രശ്നമില്ല. ഓഡിറ്റിന്റെ മറവിൽ ജനങ്ങളുടെ പേരിൽ അധിക കുടിവെള്ള നിരക്ക് അടിച്ചേൽപ്പിക്കാനാണ് CPM ഭരണസമിതി നീക്കം നടത്തുന്നത്. കൌൺസിലർമാരെ ഭീഷണിപ്പെടുത്തി കുടിവെള്ള നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള മേയറുടെയും CPMന്റെയും ശ്രമം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ കോൺഗ്രസ് കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കുടിവെള്ള നിരക്ക് വർദ്ധിപ്പിക്കാൻ നിയമപരമായ ബാധ്യതയില്ലെന്നിരിക്കെ നിരക്ക് കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു. വിഷയം തിങ്കളാഴ്ച നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കും. TCV ന്യൂസ്, തൃശൂർ. അഴീക്കോട് ലൈറ്റ് ഹൌസിന് 1.5 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഫൈബർ വള്ളം മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 16 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് ശനിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ബാദുഷ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ഉച്ചതിരിഞ്ഞ് 2:45 മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത്. തൊഴിലാളികൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PK ഗ്രേസിയെ ഫോണിൽ വിവരം അറിയിച്ചു. തുടർന്ന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘമെത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മത്സ്യബന്ധന വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങിത്താഴ്ന്നു. വള്ളം മുങ്ങിയ സ്ഥലം GPS പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നും ഞായറാഴ്ച തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത്. പ്രതിമാസ പരിശോധനയുടെ ഭാഗമായി ആനയുടെ തൂക്കം നോക്കാൻ വെയിങ് ബ്രിഡ്ജിൽ കയറ്റിയതായിരുന്നു. ഇത് ഇളകിയതോടെ ആന വിരണ്ടു. ഇറങ്ങാൻ കൂട്ടാക്കാതെ ആന പരാക്രമമായി. പാപ്പാന്മാർ ഏറെ പാടുപെട്ട് ആനയെ ഇറക്കി കെട്ടുംതറിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കെട്ടുംതറിയിൽ കയറാതെ ആന പരാക്രമം തുടർന്നു. ഇതോടെ സന്ദർശകരെ പുറത്താക്കി ആനത്താവളത്തിൻ്റെ ഗേറ്റ് അടച്ചു. 1 മണിക്കൂറിനുള്ളിൽ പാപ്പാന്മാർ വരുതിയിലാക്കിയെങ്കിലും കെട്ടുംതറിയിൽ കയറാൻ ആന തയ്യാറായില്ല. ഒടുവിൽ ആനത്താവളത്തിൻ്റെ തെക്കേ പറമ്പിനോട് ചേർന്നുള്ള നടപ്പാതയ്ക്കരികിലെ ആൽമരത്തിൽ തളച്ചു.
ആന ശാന്തനായതോടെ നടപ്പാതയിൽ കിടത്തി കുളിപ്പിച്ചു. ഈ സമയം സന്ദർശകർക്ക് നടപ്പാതയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. കുളി കഴിഞ്ഞ ആനയെ ക്ഷേത്രത്തിൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് കൊണ്ടുപോയി. ഇടഞ്ഞ ആനയെ മണിക്കൂറുകൾക്കുള്ളിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയത് വിമർശനത്തിന് ഇടയാക്കി. 20 വർഷത്തോളമായി രവികൃഷ്ണയുടെ ഒന്നാം പാപ്പാനായിരുന്ന ശ്രീകുമാറിനെ മാറ്റി 1.5 മാസം മുൻപ് CC ഉണ്ണിയെ ചട്ടക്കാരനാക്കി നിയോഗിച്ചു. കഴിഞ്ഞ ദിവസം ചരിഞ്ഞ ഗോകുൽ എന്ന ആനയുടെ 2ാം പാപ്പാനായിരുന്നു CC ഉണ്ണി. ഗോകുലിനെ അസുഖം മൂർച്ഛിച്ച സമയത്താണ് ഉണ്ണിയെ രവികൃഷ്ണയിലേക്ക് മാറ്റിയത്. രാഷ്ട്രീയ സ്വാധീനത്താൽ പാപ്പാനെ മാറ്റിയത് ആനപ്രേമികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചട്ടക്കാരൻ മാറുന്ന സമയത്ത് ആന ക്രൂരമായ പീഡനത്തിനിരയായതായും ആരോപണമുണ്ട്. TCV ഗുരുവായൂർ. മണ്ണുത്തിയിൽ ബസ് ഉടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കൊള്ളയടിച്ചു. അറ്റ്ലസ് ട്രാവൽസ് ഉടമ എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പണമാണ് കൊള്ളയടിച്ചത്. ബാംഗ്ലൂരിൽ നിന്ന് ബസ് വിറ്റ് കിട്ടിയ പണവുമായി മുബാറക് എത്തിയത് മണ്ണുത്തി പോലീസ് സ്റ്റേഷന് സമീപത്തെ CD മെഡിക്കൽ ഷോപ്പിൽ മുന്നിലെത്തിയ മുബാറക് പണം അടങ്ങിയ ബാഗ് മെഡിക്കൽ ഷോപ്പിന്റെ പുറത്ത് സൈഡിൽ വെച്ച ശേഷം ശുചിമുറിയിലേക്ക് പോയി. ഈ സമയമാണ് തൊപ്പി ധരിച്ചെത്തിയ യുവാവ് പണം അടങ്ങിയ ബാഗ് എടുത്തുകൊണ്ടുപോയത്. ബാഗ് കൊണ്ടുപോകുന്നത് കണ്ട് പിന്നാലെ ഓടിച്ചെന്ന മുബാറക്കിനെ കാറിലുണ്ടായിരുന്ന മറ്റ് 3 പേർ ഇറങ്ങിവന്ന് മർദ്ദിക്കുകയും പണം അടങ്ങിയ ബാഗുമായി പ്രതികൾ കടന്നുകളയുകയും ചെയ്തു. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ദേശീയപാത കേന്ദ്രീകരിച്ച കുഴൽപ്പണം തട്ടുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ചാരനിറത്തിലുള്ള ഇന്നോവ കാറിലാണ് കവർച്ച സംഘം എത്തിയത്. വാഹനത്തിന്റെ മുന്നിലും പിന്നിലും എഴുതിയ നമ്പർ വ്യാജമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒല്ലൂർ ACP സുധീരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. മുബാറക്കിന്റെ കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. നന്ദിക്കര പറപ്പൂക്കര റോഡിൽ കോമത്തുകാട്ടിൽ നവൽ കിഷോറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാവിലെ വീട്ടുകാർ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് അടക്കം മോഷണം പോയതായി വീട്ടുകാർ പറയുന്നു. വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട റൂറൽ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണ ശ്രമം. തെക്കേപ്പുറം മലന്തൻ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലും പറക്കാട്ട് വീട്ടിൽ ലീലയുടെ വീട്ടിലുമാണ് മോഷണശ്രമം നടന്നത്. ബാബുവിന്റെ വീടിന്റെ വാതിൽ തിക്കിത്തുറന്ന മോഷ്ടാവ് അകത്ത് കയറി അലമാരയിലെ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ്. വീടിന്റെ സ്റ്റോറൂമിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പു വസ്തുക്കൾ ഉപയോഗിച്ചാണ് വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ സഹോദയ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി ആറ്റൂർ അറഫ സ്കൂളിൽ നടന്നുവന്നിരുന്ന ജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീണു. തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂൾ 1078 പോയിന്റുമായി കിരീടം നേടി. 833 പോയിന്റ് നേടി കോലഴി ചിന്മയ വിദ്യാലയം 2ഉം 830 പോയിന്റുമായി തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിൽ സേവ്യർ ചിലപ്പള്ളി MLA വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ബാവ അധ്യക്ഷത വഹിച്ചു. അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, സഹോദയ ജോയിന്റ് സെക്രട്ടറി വസന്തമാധവൻ, തൃശൂർ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു, അറഫ സ്കൂൾ ജനറൽ സെക്രട്ടറി KS ഹംസ, സഹോദയ സ്കൂൾ കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ് PH സജീവ് കുമാർ, അറഫ ട്രഷറർ PM അബ്ദുൾ ലത്തീഫ്, സെക്രട്ടറി MV സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 75 സ്കൂളുകളിൽ നിന്നായി 6000-ലധികം വിദ്യാർത്ഥികളാണ് 147 ഇനങ്ങളിലായി മാറ്റുരച്ചത്. അതുപോലെ തന്നെ അറഫയുടെ ചെയർമാൻ KS ഹംസ വിജയിച്ച ആളുകൾ സമ്മാനം മേടിക്കുവാനുള്ള തിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറഫയിൽ വരികയും ആവേശം തിരയുയർത്തിയ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ കൈനക്കരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ ജേതാവായി.
നൽകുകയാണ്. ഒന്നാം താളത്ത് ലീഡിംഗ് ക്യാപ്റ്റനായി അവിടെ ബൈജു കുമാറിന്റെ താളം പെരുകുകയാണ്. ഒന്നാം പങ്കായത്ത് രാജീവ് കുമരകത്തിന്റെ കരുത്ത് കാണുകയാണ്. വാശിയേറിയ മത്സരത്തിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ രണ്ടാമതെത്തി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടനാണ് മൂന്നാം സ്ഥാനം. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ എ ഗ്രേഡ് വിഭാഗം മത്സരത്തിൽ TBC തുരുത്തിപ്പുറം തുഴഞ്ഞ ഗരുഡൻ ജേതാവായി. ബി ഗ്രേഡ് വിഭാഗത്തിൽ മടപ്ലാത്തുരുത്തിനാണ് ഒന്നാം സ്ഥാനം. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം സീസണിലെ 4ാം പാദ മത്സരമാണ് കോട്ടപ്പുറത്ത് നടന്നത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA മത്സരം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, LC പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന ചടങ്ങിൽ VR സുനിൽകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Inter Stadium, Kadavantara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ലൈംഗിക ആരോപണ പരാതിയെ തുടർന്ന് അച്ചടക്ക നടപടി നേരിട്ട തൃശൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവിനെ CPIM ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി NV വൈശാഖിനെയാണ് കൊടകര ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തത്. വൈശാഖിനെ ഏരിയ കമ്മിറ്റിയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്ന് 1 വർഷം മുമ്പാണ് CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വൈശാഖിനെ തരം താഴ്ത്തിയത്. ഗുരുതരമായ ആരോപണങ്ങളാണ് വനിതാ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐയുടെ മുഴുവൻ ചുമതലകളിൽ നിന്നും വൈശാഖിനെ നീക്കിയിരുന്നു. CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലടക്കം പങ്കെടുത്തിരുന്ന വൈശാഖിനെ ഇതുമായി ബന്ധപ്പെട്ട പാനൽ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ആഴ്ചകൾക്ക് മുമ്പാണ് ചാനൽ ചർച്ചയ്ക്കുള്ള പാനൽ ലിസ്റ്റിലേക്ക് ഇദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവന്നത്. നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ യുവതി ടിപ്പർ ലോറിയിടിച്ചു മരിച്ചു. ചാമക്കാല സ്വദേശി ചെറുവട്ടത്ത് ഉബൈദുവിന്റെ ഭാര്യ 45 വയസ്സുള്ള സബീനയാണ് മരിച്ചത്. എടമുട്ടം ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിൽ മകനുമൊത്ത് സ്കൂട്ടറിൽ പോകുന്നതിനിടെയായിരുന്നു അപകടം. സ്കൂട്ടർ റോഡിലെ ചെളിയിൽ അകപ്പെട്ട് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് പുറകിലിരിക്കുകയായിരുന്ന സബീന റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതേസമയം പുറകിൽ നിന്നും വന്നിരുന്ന ടിപ്പർ ലോറി സബീനയുടെ ദേഹത്ത് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് സെന്ററിൽ 1 മണിക്കൂറിനിടെ 4 അപകടങ്ങൾ. ഒരാൾക്ക് പരിക്കേറ്റു. ടാങ്കർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് പുതുക്കാട് സ്വദേശിക്ക് പരിക്കേറ്റത്. പുതുക്കാട് കാഞ്ഞൂർ സ്വദേശി മുറുക്കനാട്ടുകാരൻ വീട്ടിൽ തോമസിനാണ് പരിക്കേറ്റത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞൂർ റോഡിൽ നിന്ന് ദേശീയപാത മുറിച്ചു കടക്കുകയായിരുന്ന സ്കൂട്ടറിൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ സ്കൂട്ടറിൽ നിന്ന് വീണ തോമസിന്റെ കാലിൽ ലോറിയുടെ മുൻചക്രം കയറി. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. പുതുക്കാട് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. സ്വകാര്യ ബസ്സും ബൈക്കും KSRTC ബസ്സും ബൈക്കും 2 ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനിടെയാണ് 4 അപകടങ്ങളും സംഭവിച്ചത്. ആമ്പല്ലൂർ മുതൽ പുതുക്കാട് സെന്റർ കടന്നും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ഇതിനിടെ സിഗ്നൽ ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ കടക്കാൻ ശ്രമിച്ചതാണ് അപകടങ്ങൾക്കിടയാക്കിയത്.
പൊതുജനാരോഗ്യ രംഗത്ത് വലിയ പരിപാലനമാണ് കേരളം നടത്തുന്നതെന്ന് കോർപ്പറേഷൻ മേയർ M.K. വർഗീസ് പറഞ്ഞു. അയ്യന്തോൾ SN പാർക്ക് കോർപ്പറേഷൻ ഹോമിയോ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. അലോപ്പതി, ആയുർവേദ, ഹോമിയോ ചികിത്സാ രംഗത്തെ മികവാണ് നമ്മെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. എല്ലാ ആശുപത്രികളും ഹൈടെക് രീതിയിലേക്ക് മാറുകയാണെന്നും കേരളത്തിലെ തന്നെ ഒന്നാമത്തെ ആശുപത്രിയായി തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രി മാറിക്കഴിഞ്ഞുവെന്നും മേയർ പറഞ്ഞു. ഹോമിയോ ആശുപത്രിയിലെ യോഗ ഹാൾ, കോൺഫറൻസ് ഹാൾ, ജീവനക്കാരുടെ റെസ്റ്റ് റൂം, വാഷ്റൂം സൗകര്യം ഉൾപ്പെടെ നിർമ്മാണം പൂർത്തീകരിച്ച ഒന്നാം നിലയുടെയും ടൈൽസ് വിരിച്ച് നവീകരിച്ചതിന്റെയും ഉദ്ഘാടനം മേയർ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാജൻ, കൗൺസിലർ AR രാഹുൽനാഥ്, ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV ബിനി, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ ക്ലാസ്സിൽ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെട്ട അനേഡ എന്ന വിദ്യാർത്ഥിനിയുടെയും മറ്റ് പഠിതാക്കളുടെയും യോഗ പ്രദർശനവും നടന്നു. കേരള ആയുഷ് കായകൽപ അവാർഡ് 2025 ഒന്നാം സ്ഥാനം ലഭിച്ചതും അയ്യന്തോൾ SN പാർക്കിലുള്ള ഹോമിയോ ആശുപത്രിക്കാണ്. TCV ന്യൂസ്, തൃശൂർ. വീടിനു ചുറ്റും പറമ്പിലുമായി ഒരു തുണ്ട് സ്ഥലം പോലും പാഴാക്കാതെ കൃഷി ചെയ്ത് വരുമാനമുണ്ടാക്കുകയാണ് അരിമ്പൂർ സ്വദേശിയായ യുവാവ്. പുതിയ പരീക്ഷണമായി കംബോഡിയൻ മുന്തിരിയുടെ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. അരിമ്പൂർ ചാലിശ്ശേരി കുറ്റൂക്കാരൻ ദേവസിയുടെയും എൽസിയുടെയും മകനായ ഋതുൽ 15-ാം വയസ്സു മുതൽ കൃഷിയിൽ സജീവമാണ്. ബിരുദ പഠനത്തിന് ശേഷം കൃഷിയിൽ മുഴുകി. പുതുമകൾ പരീക്ഷിച്ചും ചെറിയ ഇടങ്ങളിൽ പോലും കൃഷി ചെയ്തും വരുമാനമുണ്ടാക്കാമെന്ന് ഋതുൽ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. വീടിരിക്കുന്ന 11 സെന്റ് സ്ഥലത്ത് മുഴുവൻ കൃഷിയാണ്. മഞ്ഞൾ, ഇഞ്ചി, ചെണ്ടുമല്ലി, കറിവേപ്പില, ഡ്രാഗൺ ഫ്രൂട്ട്, കറ്റാർ വാഴ, കൂവ, ചേമ്പ് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൂടാതെ തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ, കോഴി, താറാവ്, പ്രാവ്, പശു, കിടാരി എന്നിവയുമുണ്ട്. വീടിന് ചുറ്റും വീടിനോട് ചേർന്നുമുള്ള 2 ഏക്കർ പറമ്പിലുമായാണ് കൃഷി. ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി. ഞാൻ ചെറുപ്പം മുതലേ കൃഷിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. വീടുള്ള സ്ഥലത്ത് ഒരുവിധ എല്ലാ പച്ചക്കറികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ജീവജാലങ്ങൾ നമുക്ക് വീട്ടിലുണ്ട്. 2 ഏക്കർ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ആ നെല്ല് നമ്മൾ കുത്തി അരിയാക്കിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചായത്തിലെ മികച്ച യുവ കർഷകൻ, മികച്ച ജൈവ കർഷകൻ, കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ ഋതുലിനെ തേടിയെത്തിയിട്ടുണ്ട്. 1 വർഷം മുൻപ് ഋതുൽ കംബോഡിയൻ മുന്തിരിയുടെ ചെടികൾ വാങ്ങി നട്ടിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ പൂവിട്ട ചെടിയിൽ ഇപ്പോൾ മുന്തിരികൾ തളിർത്തു പഴുത്തു തുടങ്ങി. 35ഓളം മുന്തിരിക്കുലകളാണ് വിളവെടുക്കാൻ പാകമായി കൊണ്ടിരിക്കുന്നത്. ഒരു കുലയിൽ 4 കിലോ വരെ മുന്തിരികൾ ലഭിക്കുന്ന ഇനമാണിത്. മുന്തിരി കൃഷി വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൃഷിയെ പ്രണയിക്കുന്ന ഈ യുവാവ്. TCV തൃശൂർ. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേള ആൻഡ് കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവൽ ഈ മാസം 28, 29 തീയതികളിൽ ചാവക്കാടും ഗുരുവായൂരുമായി നടക്കും. മേളയുടെ ഉദ്ഘാടനം മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് നിർവഹിക്കും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലിൽ 52 സ്കൂളുകളിൽ നിന്നായി 500ഓളം കുട്ടികൾ പങ്കെടുക്കും. 60 സ്റ്റാളുകളിൽ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും. 19 ഇനങ്ങളിൽ തൊഴിൽ നൈപുണ്യങ്ങളുടെ മത്സരങ്ങളും വിനോദങ്ങളും കരിയർ ഫെസ്റ്റും നടക്കും. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം MLA NK അക്ബർ നിർവഹിച്ചു. ചാവക്കാട് PWD ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, DEO T. രാധ, AO BB സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. PK മുജീബ് റഹ്മാന്റെ ലോഗോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് രാഷ്ട്രപിതാവിന്റെ ഛായയില്ലെന്ന് പരാതി. ഗാന്ധി പ്രതിമ നിർമ്മാണത്തിലെ ഗുരുതരമായ പാകപ്പിഴവ് പ്രതിഷേധത്തിനിടയാക്കുന്നു. ശുചിത്വം സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് എന്ന ഗാന്ധി വചനത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതിന്റെ ഭാഗമായാണ് നഗരസഭാ ബയോ പാർക്കിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത്. എന്നാൽ പ്രതിമയ്ക്ക് ഗാന്ധിജിയുടെ രൂപസാദൃശ്യമില്ലാതെ വിരൂപമാക്കിയെന്നാണ് വ്യാപക ആരോപണം ഉയർന്നിരിക്കുന്നത്. നഗരസഭയിലെ മുൻ കൌൺസിലർ സ്വരാജ് താഴ്ശ്ശേരിയാണ് 2 ആഴ്ച കൊണ്ട് കോൺക്രീറ്റിൽ പ്രതിമ നിർമ്മിച്ചത്. പ്രതിമയിലൂടെ ഗാന്ധിജിയോട് നീതി പുലർത്താൻ നഗരസഭയ്ക്കായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടന സമ്മേളനത്തിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഗാന്ധിജിയുടെ ഒരു ചിത്രം
നമുക്കൊക്കെ തന്നെ നൽകിയ ഈ കാർഡിൽ തന്ന ഗാന്ധിജിയുമായി എത്രത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വേദന കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഒന്നുകിൽ ചെയർമാൻ അതിൽ ധൃതി കൂട്ട് കുറച്ച് അധികം കാണിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ആ കലാകാരന് വേണ്ട സ്വാതന്ത്ര്യത്തോട് അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ്, അതിലെനിക്ക് ഒരു തർക്കവുമില്ല. അദ്ദേഹം ഗുരുവായൂരിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള ശില്പങ്ങളും ശിലകളും ഒക്കെ ഉണ്ട്. ഇത് എന്തോ അദ്ദേഹത്തിന് ചെയർമാൻ ഉദ്ഘാടനത്തിന് വേണ്ടി കുറച്ചുകൂടി ഒരു സാവകാശം അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിർമ്മാണത്തിന് സാവകാശം നൽകാതെ തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയതിലൂടെ ഗാന്ധി പ്രതിമയോട് നീതി പുലർത്താൻ കഴിഞ്ഞുവെന്ന് ആത്മപരിശോധന നടത്തണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു. അതേസമയം പ്രത്യേക ശൈലിയിലുള്ള നിർമ്മാണമാണ് ഇതെന്നും ഇങ്ങനെയുള്ള ഗാന്ധി പ്രതിമകൾ ഉണ്ടെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് മറുപടി നൽകി. പരാതി പരിശോധിക്കണമെന്നും നിർമ്മാണത്തെയല്ല വിലയിരുത്തേണ്ടതെന്നും ഗാന്ധിജിയുടെ സന്ദേശമാണ് വലുതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. രാഷ്ട്രപിതാവിന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതാണ് എന്നാണ് അറിയിച്ചത്. നമ്മൾ സാധാരണ കാണുന്ന ഗാന്ധിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇങ്ങനെയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നാം കലാകാരൻ നമ്മൾ പറഞ്ഞത്. സ്വരാജിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. ആ കാര്യം നമുക്ക് പരിശോധിക്കാം. അത് തീർച്ചയായിട്ടും എന്തായാലും പ്രതിമേഖ പ്രധാന അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ്. ശുചിത്വമാണ് സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനം. ആ സന്ദേശം എത്തിക്കാനുള്ളതാണ് ഉദ്ദേശിച്ചത്. മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ TCV ന്യൂസ് ഗുരുവായൂർ. ദേശീയപാത എടക്കഴിയൂർ സർവീസ് റോഡിലെ ഗർത്തം കരാർ കമ്പനി അടച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വെള്ളിയാഴ്ച വൈകിട്ട് കരാർ കമ്പനിയുടെ ജീവനക്കാർ എത്തി മണ്ണും മെറ്റലും ഉപയോഗിച്ച് കുഴി അടച്ചു. കുഴിയിൽ വീണ് നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. മലയ്ക്കപ്പാറ കുമ്മാട്ടിയിൽ കലുങ്ക് അപകടാവസ്ഥയിലായതോടെ ഭാരവാഹനങ്ങളുടെ പ്രവേശനം നിരോധിച്ച് പൊതുമരാമത്ത് വകുപ്പ്. പാലം ബലപ്പെടുത്തുകയോ പുതിയതായി നിർമ്മിക്കുകയോ ചെയ്യുന്നതുവരെ KSRTCയുടെ വിനോദസഞ്ചാര അടക്കമുള്ള ബസ്സുകൾക്ക് മലയ്ക്കപ്പാറയിലേക്ക് പോകാനാകില്ല. എന്നാൽ സർവീസ് ബസ്സുകളും ലൈറ്റ് മോട്ടോർ വാഹനങ്ങളും കടത്തിവിടും. മുൻകൂട്ടി അറിയിക്കാതെ ശനിയാഴ്ച ഉച്ചയോടെയാണ് ഭാരവാഹനങ്ങളെ പൊതുമരാമത്ത് വകുപ്പ് തടഞ്ഞത്. ഇതുമൂലം മൂവാറ്റുപുഴയിൽ നിന്നും KSRTCയുടെ വിനോദസഞ്ചാര ബസ്സിന് വാഴച്ചാലിൽ വെച്ച് തിരിച്ചു പോകേണ്ടി വന്നു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം സമാപിച്ചു. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഹോളി ഫാമിലി സ്കൂളും UP വിഭാഗത്തിൽ സേക്രഡ് ഹാർട്ട് സ്കൂളും, സംസ്കൃതോത്സവം UP വിഭാഗത്തിൽ മുക്കാട്ടുകര സെന്റ് ജോർജ് സ്കൂളും ഒന്നാം സ്ഥാനം നേടി. സമാപന സമ്മേളനം കോർപ്പറേഷൻ കൌൺസിലർ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ AEO ജീജ വിജയൻ അധ്യക്ഷത വഹിച്ചു. DEO KS രഞ്ജിത്ത് നന്ദകുമാർ സമ്മാനദാനം നിർവഹിച്ചു. സമാപന ദിനം ഗോത്രകലകൾ, സംഘഗാനം, തിരുവാതിര, കഥാപ്രസംഗം തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. മുക്കാട്ടുകരയിലെ വിവിധ സ്കൂളുകളിൽ 4 ദിവസങ്ങളിലായി നടന്ന കലാമേളയിൽ 4600ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൂട് തുറക്കൽ ഭക്തി നിർഭരമായി. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, കോട്ടയം SH പ്രീസ്റ്റ് ഹോം പ്രൊക്യുറേറ്റർ ഫാദർ ജെയ്സ് നീലനിരപ്പേൽ, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ചയാണ് തിരുനാൾ. ജില്ലാ TB സെന്ററിന്റെയും ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെയും നേതൃത്വത്തിൽ തൃശൂർ അരിയങ്ങാടിയിൽ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ പ്രസിഡന്റ് MR രാജൻ, യൂണിയൻ ഏരിയ പ്രസിഡന്റ് K മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ പൂജ K അമൽ മെഡിക്കൽ പരിശോധനയ്ക്കും ബോധവൽക്കരണ ക്ലാസിന് TS സുനിത, സാലി എന്നിവരും നേതൃത്വം നൽകി. ഇനി വാണിജ്യം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സദേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ തൃശൂരിൽ പ്രവർത്തനമാരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട ഇക്കണ്ടവാരി റോഡിലെ ജാഗ് ടവറിൽ പ്രവർത്തനമാരംഭിച്ച സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് MD വർഗീസ് ആലുക്കാസ് നിർവഹിച്ചു.
തൃശൂർ ഡോളേഴ്സ് ബസലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിൻസ് ആശീർവാദ കർമ്മം നടത്തി. സദേൺ MCS മാനേജിംഗ് ഡയറക്ടർ കെ മനോജ് അധ്യക്ഷത വഹിച്ചു. സദേൺ MCS ചെയർമാൻ CV പോൾസൺ മുഖ്യപ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ വിശിഷ്ട അതിഥിയായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർമാരായ ലീല വർഗീസ്, സിന്ധു ആൻഡോ ചാക്കോള, റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ഷെർലി സൗമിനി, ഡയറക്ടർമാരായ ക്രിസ്റ്റോ ജോർജ്, റോയ് ജോൺസൺ വെള്ളാനിക്കാരൻ, നന്ദകുമാർ കൊട്ടാരത്ത്, മനോജ് P തോമസ്, ഗ്രിഗറിൻ വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സൊസൈറ്റി മെമ്പർമാർ, സോണൽ റീജിയണൽ മാനേജർമാർ, സെയിൽസ് മേധാവികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിക്സഡ് ഡെപ്പോസിറ്റ്, മോർഗേജ് ലോൺ, ഓവർഡ്രാഫ്റ്റ്, മഹിളാ സഹായ ലോൺ, സ്മോൾ വാല്യൂ ലോൺ തുടങ്ങിയ സേവനങ്ങളാണ് സൊസൈറ്റി നൽകി വരുന്നത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 100 ബ്രാഞ്ചും 1000 കോടിയുടെ വരുമാനവുമാണ് സൊസൈറ്റി ലക്ഷ്യമിടുന്നതെന്ന് സദേൺ MCS ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കെ മനോജ് പറഞ്ഞു. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖരായ ബിസിനസ് മേഖലയിൽ അവരുടെ സാന്നിധ്യം തെളിയിച്ച ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഡെപ്പോസിറ്റ്സ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്തിട്ട് ചെറിയ ലോണുകൾ കൊടുക്കുക എന്നുള്ള ഒരു മോഡലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും 100 ബ്രാഞ്ചുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. PM ശ്രീ വിഷയത്തിൽ CPI-CPM തർക്കം തുടരുന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ ചർച്ച പരാജയം. PM ശ്രീ വിഷയത്തിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച സെക്രട്ടറിയുടെ സർക്കുലർ കൌൺസിലർമാർക്ക് ലഭിച്ചു. വെള്ളക്കരം കൂട്ടാൻ നീക്കം നടക്കുന്നത് ഓഡിറ്റ് പരാമർശം ചൂണ്ടിക്കാട്ടി. അഴീക്കോട് ലൈറ്റ് ഹൌസിന് സമീപം ഫൈബർ വള്ളം മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 16 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത്. മണിക്കൂറുകൾക്കുള്ളിൽ പാപ്പാന്മാർ ആനയെ തളച്ചു. മണ്ണുത്തിയിൽ വൻ കവർച്ച. ബസ്സുടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കവർന്നു. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. ആറ്റൂരിൽ നടന്ന CBSE ജില്ലാ സഹോദയ കലോത്സവത്തിൽ തുടർച്ചയായ 10ാം വർഷവും തൃശൂർ ദേവമാത പബ്ലിക് സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. കോലഴി ചിന്മയ വിദ്യാലയത്തിന് 2ാം സ്ഥാനം. കോട്ടപ്പുറം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ വിയ്യപുരം ചുണ്ടൻ ജേതാവായി. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടന് 2ാം സ്ഥാനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.